വെള്ളിയാഴ്ചകൾ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ പകരം പലതും വരും. അതുപോലെ എല്ലാ വർഷവും നമ്മൾ വീട്ടിൽ നന്നായി മൗലിദ് വഹിച്ചിട്ടില്ലെങ്കിൽ മറ്റു പലതും വരും. ബർത്ത്ഡേ നോക്കൂ നിങ്ങൾ. ബർത്ത്ഡേയുടെ അർത്ഥം എന്താ? ജനിച്ച ദിവസം ജനിച്ച ദിവസം എന്നാണ് ബർത്ത്ഡേയുടെ അർത്ഥം. പക്ഷെ നമ്മൾ എപ്പോഴാ ബർത്ത്ഡേ ആഘോഷിക്കൽ? ഉദാഹരണത്തിന് 2026 ആഗസ്റ്റ് 8-ാം തീയതി ഒരു കുട്ടി ജനിച്ചു. ഇന്ന് ബർത്ത്ഡേ ആഘോഷം ഉണ്ടോ? ഇല്ല. ബർത്ത്ഡേ എപ്പോഴാണ് ആഘോഷിക്കാൻ പോകുന്നത്? ഒരു വർഷം കഴിയുമ്പോൾ 2027 ആഗസ്റ്റ് 8 ആകുമ്പോൾ ആഘോഷിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ കുട്ടിക്ക് കണക്കാക്കപ്പെട്ട ജീവിതത്തിലെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം ക്ലോസ് കഴിഞ്ഞുപോയി. അതിനാഘോഷിക്കുക. ഇങ്ങനൊരു ആചാരം ഇസ്ലാം പ്രൊമോട്ട് ചെയ്തതല്ല. ജീവിതം ഇവിടെ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ, ശേഷം ഒരു ജീവിതമില്ല എന്ന ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ആഘോഷ രീതിയാണ്. അതുകൊണ്ട് തന്നെ ചിലരൊക്കെയുണ്ട്, പല മൗലിദുകളൊക്കെ ബർത്ത്ഡേ എന്ന കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവരുന്നവർ. പ്ലീസ്, വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ചിന്തിക്കും, ഇത്ര പറയണോ എന്ന് ചിന്തിക്കും. നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് സമയം, 2 മിനിറ്റ് എൻ്റെ കൂടെ സഞ്ചരിക്കൂ. നിങ്ങളിപ്പോൾ ബർത്ത്ഡേ പ്രൊമോട്ട് ചെയ്തു, വീട്ടിൽ നിന്ന് നല്ലത് മാത്രം ചെയ്ത് ബർത്ത്ഡേ ആഘോഷിച്ചു. ഈ കുട്ടി വലുതാകും. കുട്ടി വലുതായി, 10 വയസ്സായി, 15 വയസ്സായി, 17 വയസ്സായി, 18 വയസ്സായി. അന്ന് ആഘോഷിക്കുന്ന ബർത്ത്ഡേക്ക് നിങ്ങൾ കൂടെ ഉണ്ടാവുമോ എന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടി ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത് അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാ. ഫ്രണ്ട്സ് ആരാ? ആക്ടിവിറ്റീസാ. ആ ആഘോഷത്തിന് ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാ? ഒരു കുട്ടി ആദ്യമായി ജീവിതത്തിൽ വ്യഭിചാരം പരിശീലിക്കാൻ തുനിയുന്ന ചര്യയായി, ആചാരമായി ഈ ബർത്ത്ഡേ വരാനിരിക്കുന്നു. അന്ന് നിങ്ങളുടെ ഏടിലേക്ക് വരുമാനം വരുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ സന്നദ്ധതയുള്ളവരാണ് ബർത്ത്ഡേക്ക് ടിക്ക് കൊടുക്കേണ്ടത്.